നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC പഠനം തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വില്ലൻ ആരാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. സിലബസ് അല്ലേ? അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു വലിയ സിലബസ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അതിന് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റാങ്ക് ഫയലും അങ്ങ് വാങ്ങും. അപ്പൊ ആയിരക്കണക്കിന് പേജുകൾ ഉള്ള റാങ്ക് ഫയല് പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾക്ക് മറിച്ചു നോക്കാൻ പറ്റുമോ? അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടി ഞാൻ ചെയ്തത് ഷോർട്ട് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക എന്നതാണ്. എന്റെ സ്വന്തം കൈപ്പടയിൽ ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക എന്നതാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങളും ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണോ? ആണെങ്കിൽ എസ് എന്ന് താഴെ കമന്റ് ചെയ്യൂ. എത്ര ആൾക്കാർ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്? അതോ നിങ്ങൾ വെറുതെ ഇങ്ങനെ വായിച്ചു പോകുന്ന ആൾക്കാരാണോ? രണ്ടും പറഞ്ഞോളൂ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാഡം എങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്? മാഡത്തിന്റെ പഠനകാലത്ത് എങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തത് എന്നാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എങ്ങനെ ഒരു സ്മാർട്ട് ഉദ്യോഗാർത്ഥി ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം? PSC റാങ്ക് ജേതാക്കൾ എങ്ങനെയാണ് ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്? 5 സിമ്പിൾ സ്റ്റെപ്പുകളിലൂടെ ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഒരു സാമ്പിൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന കാര്യവും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടോപ്പിക്കിന്റെ ഷോർട്ട് നോട്ട് എങ്ങനെ ഉണ്ടാക്കാം, ഒരു 1857 വിപ്ലവത്തിന്റെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ? ഈ വീഡിയോയുടെ PDF വേണമെന്നുണ്ടെങ്കിൽ എസ് എന്ന് താഴെ പറഞ്ഞാൽ മതി. നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ PDF ഇട്ട് തന്നേക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യ വായനയിൽ നിങ്ങൾ നോട്ട്സ് എഴുതരുത്. അതായത് നിങ്ങൾ സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള റാങ്ക് ഫയൽ എടുത്തു വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പലരും ചെയ്യുന്ന വലിയൊരു തെറ്റാണ്, പുസ്തകം തുറന്ന ഉടനെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ റാങ്ക് ഫയൽ തുറന്ന ഉടനെ നോട്ട് എഴുതാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്, അതായത് നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലിനെ തന്നെ മറ്റൊരു റാങ്ക് ഫയൽ ആക്കി മാറ്റുക അല്ലേ? അതായത് നോട്ട്സ് അല്ല നിങ്ങൾ എഴുതുന്നത്, മറ്റൊരു റാങ്ക് ഫയൽ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പൊ ആദ്യത്തെ ടിപ്പ് അതാണ്. ആദ്യം ആ ഭാഗം ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ആദ്യത്തെ വായനയിൽ ഒരിക്കലും നോട്ട് എഴുതാൻ നിൽക്കരുത്. ആദ്യം ആ ഭാഗം വായിച്ച് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഒന്ന് പെൻസിൽ വെച്ച് അടയാളപ്പെടുത്തുക. അത് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ റാങ്ക് ഫയൽ വാങ്ങിക്കൊണ്ട് വീട്ടിൽ വന്നിട്ട് ആദ്യമൊക്കെ ഭയങ്കര ആവേശമായിരിക്കും, ഞാൻ നോട്ട് എഴുതി തന്നെ പഠിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു നോട്ട്ബുക്കും വാങ്ങും, ഒരു റാങ്ക് ഫയലും വാങ്ങും. എന്നിട്ട് അങ്ങിരുന്ന് സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് അങ്ങ് നോട്ട് എഴുതാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുന്നത് വളരെ മിസ്റ്റേക്ക് ആണ്, വലിയൊരു മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു യൂസും കാണത്തില്ല. കാരണം എക്സാമിന് സമയമാകുമ്പോൾ റിവിഷന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ ഷോർട്ട് നോട്ട്. ഈ ഷോർട്ട് നോട്ടിനെ പിടിച്ച് ഇങ്ങനെ ലോങ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് തീർക്കാനും പറ്റത്തില്ല. ആ ഷോർട്ട് നോട്ട് അന്ന് എഴുതി വെച്ച ആ സമയവും വേസ്റ്റ്, പിന്നെ അത് ഉപകാരപ്പെട്ടുമില്ല, അങ്ങനെയൊക്കെ ആയിപ്പോ. അപ്പൊ ആദ്യ വായനയിൽ നോട്ട്സ് എഴുതാൻ പാടില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് പെൻസിൽ വെച്ചിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവാ, അല്ലെങ്കിൽ അടയാളപ്പെടുത്തി പോവാ. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റിലേക്ക് വരാം. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഈ വരുന്ന ഏപ്രിൽ മാസം 6-ാം തീയതി LGSന്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സീറ്റ്സ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എത്രയും വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അഡ്മിഷൻ എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അഡ്മിഷൻ എടുത്തോളാം. അപ്പൊ പഠനത്തിൽ ഗ്യാപ്പ് വന്ന ആൾക്കാർ, വീട്ടമ്മമാർ, സ്റ്റുഡൻസ്, അതുപോലെ ബിഗിനേഴ്സ് എല്ലാവർക്കും വേണ്ടിയിട്ട് തുടങ്ങുന്ന ബാച്ചാണ്. അതുകൊണ്ട് ഒരുപാടൊന്നും ഒരു ദിവസം പഠിക്കാൻ കാണത്തില്ല. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് വരുന്നുള്ളൂ. ഒരു ദിവസം ഒരു മാക്സിമം 2 hours ഒക്കെ പഠിക്കാനുള്ളത് കാണത്തുള്ളൂ. ശനിയും ഞായറും ആ ഒരാഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആയിരിക്കും. ഞായറാഴ്ച പരീക്ഷ. ആ ഒരു രീതിയാണ്. ഫുൾ സിലബസ് കവറേജ് ഇൻക്ലൂഡിംഗ് ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, പഴയ SCRT, പുതിയ SCRT, ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. എന്റെ മെന്റർഷിപ്പോട് കൂടിയ ബാച്ചാണ്. ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കാൻ പോകുന്നു. പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളുടെ കൂടെ തന്നെ പഠിച്ചു പോവുക. നിങ്ങൾക്കും ആ രീതിയിൽ തന്നെ ഉന്നത റാങ്കിൽ എത്താൻ സാധിക്കും. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ്. അപ്പൊ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, സീറ്റ്സ് ഫിൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കൂ. ഓക്കെ, അപ്പോ അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഷോർട്ട് നോട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കീവേഡ്സ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അതായത് റാങ്ക് ഫയൽ എടുത്തിട്ട് മുഴുവൻ സെന്റൻസ് എഴുതി കഴിഞ്ഞ കാര്യമില്ല. മുഴുവൻ സെന്റൻസ് എഴുതുന്നതിന് പകരം
കീവേഡ്സ് അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ഇത് എപ്പോഴും മനസ്സിൽ വെച്ചേക്കണം. സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് നോട്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരു ദിവസം നോട്ട് എഴുതാൻ മാത്രമേ നിങ്ങൾക്ക് തികയത്തുള്ളൂ. ആ ദിവസം പഠനം ഒന്നും നടക്കത്തില്ല, നോട്ട് എഴുത്ത് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ കീവേഡ്സ് അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് മാത്രം ഉപയോഗിക്കുക. ഒരു ഉദാഹരണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഗാന്ധിജി 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ആ സെന്റൻസിനെ ചെറുതായിട്ട് എങ്ങനെ എഴുതാം? 1915 ഗാന്ധിജി തിരിച്ചു വരവ്. ഇത്രയും മാത്രം മതി. ഇങ്ങനെ വേണം ഷോർട്ട് നോട്ട് എഴുതാൻ. ഈ വലിയൊരു സെന്റൻസിനെ ഗാന്ധിജി 1915 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു, അതിനെ എങ്ങനെ എഴുതിയാൽ മതി? 1915 ഹൈഫൻ ഗാന്ധിജി ഹൈഫൻ തിരിച്ചു വരവ്. അത്രയും മാത്രം മതി. അപ്പൊ ഈ ഒരു രീതിയിൽ കീവേഡ്സ് അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് മാത്രമേ ഷോർട്ട് നോട്ടിൽ എടുക്കാവൂ, ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവൂ. ഓക്കെ, അടുത്ത ഒരു പോയിന്റ് ആണ് ഫ്ലോ ചാർട്ടുകളും മാപ്പുകളും. അതായത് മാപ്പ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ ഫ്ലോ ചാർട്ട് വരച്ചോ മാപ്പ് ചെയ്തോ ഒക്കെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 10ഓളം സെന്റൻസ് ഈ ജസ്റ്റ് ഒരു ഫ്ലോ ചാർട്ടിൽ തന്നെ നിൽക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ചരിത്രം എടുത്താലും ഭൂമിശാസ്ത്രം എടുത്താലും ഇതൊക്കെ പഠിക്കുമ്പോൾ ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ മൈൻഡ് മാപ്പുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യേ. ഒരു രാജവംശത്തെ കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെന്ന് കരുതുക. അതിന്റെ സ്ഥാപകൻ, പ്രധാന രാജാക്കന്മാർ, അവസാനത്തെ രാജാവ്, ഈ വക കാര്യങ്ങളൊക്കെ ഒരു ചാർട്ട് പോലെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. ഈ 10 സെന്റൻസ് വായിക്കുന്നതും ഈ ഒരൊറ്റ ഫ്ലോ ചാർട്ടിലേക്ക് നോക്കുന്നതും തുല്യമാണ്. 10 സെന്റൻസ് വായിക്കാൻ എത്രത്തോളം സമയമെടുക്കും? ഈ ഒറ്റൊരു ഫ്ലോ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തോരം കാര്യങ്ങളാണ് ആ സമയത്ത് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പൊ ഒരു വലിയ പാരഗ്രാഫ് വായിക്കുന്നതിനേക്കാൾ വേഗത്തിൽ തലച്ചോറ് ദൃശ്യങ്ങൾ ഓർത്തെടുക്കും. അതാണ് അവിടുത്തെ പോയിന്റ്. അതുകൊണ്ടാണ് ഫ്ലോ ചാർട്ടും മാപ്പുകളും ഒക്കെ വരയ്ക്കാൻ പറയുന്നത്. ഒരു വലിയ പാരഗ്രാഫ് വായിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ തലച്ചോറ് ദൃശ്യങ്ങൾ ഓർത്തിരിക്കും. അപ്പൊ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോകാറില്ല. അതിനുള്ള കാരണം ഇതാണ് കേട്ടോ. അടുത്തത് കോഡുകളും ട്രിക്കുകളും ഉൾപ്പെടുത്തുക. ഓർത്തെടുക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോഡ് ഉപയോഗിക്കാം. നിങ്ങളുടെ സ്വന്തം നിലയിലുള്ള കോഡുകൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ തമാശയുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതോ ആയ കോഡുകൾ നോട്ടിന്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ റിവിഷൻ സമയത്ത് ഇത് ചിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ഓർത്തെടുക്കാനും അത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാനും സാധിക്കും. നമ്മുടെ ജീവിതവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോഡുകൾ, നമ്മുടെ സ്വന്തം ഭാഷയിലുള്ള അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത കോഡുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഓർത്തെടുക്കാനും ആ പഠിച്ച കാര്യം പെട്ടെന്ന് നിങ്ങളുടെ തലച്ചോറിലേക്ക് അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരികയും ചെയ്യും. അപ്പൊ കോഡുകളും ട്രിക്കുകളും ഒക്കെ ഷോർട്ട് നോട്ടിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്പേസ് ഫോർ അപ്ഡേറ്റ്സ്. അപ്ഡേഷന് വേണ്ടിയിട്ട് സ്ഥലമിടുക. മെന്റലി അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ ഇനി കണ്ടുപിടിക്കാനിരിക്കുന്ന മൂലകങ്ങൾക്ക് വേണ്ടി സ്പേസ് ഇട്ട് വെച്ചു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ നോട്ട്സ് എഴുതുമ്പോൾ പേജിന്റെ സൈഡിലോ താഴെയോ കുറച്ച് സ്ഥലം ബാക്കി വെച്ചേക്കുക. നിങ്ങൾ പിന്നീട് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മോക്ക് ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറണ്ട് അഫെയർ വായിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പുതിയ വിവരങ്ങൾ കിട്ടത്തില്ലേ, ആ പുതിയ വിവരങ്ങൾ എഴുതി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് ഇടണം എന്ന് പറയുന്നത്. അപ്പൊ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ വിവരങ്ങളോ മുൻവർഷ ചോദ്യങ്ങളോ കണ്ടാൽ അവിടെ ചേർക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്പേസ് ഇടുവല്ലോ, സ്പേസ് ഫോർ അപ്ഡേറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ PDF ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ PDF വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ, എസ് എന്ന് കമന്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാമോ? ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഒരു ഷോർട്ട് നോട്ടിന്റെ മോഡൽ തരാം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറന്നു പോകരുതേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1857 വിപ്ലവത്തിന്റെ ഷോർട്ട് നോട്ട് എങ്ങനെ തയ്യാറാക്കാം. അപ്പൊ ആദ്യത്തെ കാര്യം അടിസ്ഥാന വിവരങ്ങൾ. ഞാൻ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുകയാണെ. അടിസ്ഥാന വിവരങ്ങൾ, കോർ ഫാക്ട്സ്. തുടക്കം, അതായത് 1857 വിപ്ലവത്തിന്റെ തുടക്കം എന്നാണ്, ഡേറ്റ് എഴുതി. ചിഹ്നം എന്താണ്? താമരയും ചപ്പാത്തിയും. ആ സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? പാമേഴ്സ്റ്റൺ പ്രഭു. ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ, ബരക്പൂർ, ബംഗാൾ. അപ്പൊ ഇത്രയും മാത്രം ഷോർട്ട് നോട്ടിൽ എഴുതി വെച്ചാൽ മതി. കണ്ടോ, ഈ രീതി വേണം നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ. പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റത്തില്ലേ? സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് എഴുതേണ്ട കാര്യമുണ്ടോ? എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുമുണ്ട്. എവിടെ നിന്നാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്? ഡേറ്റ് എന്താണ്? ചിഹ്നം എന്താണ്? ആ സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? അതുപോലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ആ വക കാര്യങ്ങളൊക്കെ അടിസ്ഥാന വിവരങ്ങൾ ഇങ്ങനെ ബുള്ളറ്റ് ബൈ ബുള്ളറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി പ്രധാന കേന്ദ്രങ്ങളും നേതാക്കളും പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ടേബിൾ ഉപയോഗിക്കാം. അപ്പൊ ടേബിളില്
ഈ വക കാര്യങ്ങൾ കേന്ദ്രം എഴുതുക, ആ കേന്ദ്രത്തിൽ നേതൃത്വം നൽകിയ നേതാക്കൾ ആരൊക്കെയാണെന്ന് എഴുതുക, അടിച്ചമർത്തിയ ഉദ്യോഗസ്ഥന്റെ പേര്. അപ്പൊ ടേബിൾ കാണുമ്പോൾ തന്നെ ഒന്ന് വായിക്കുന്നത് നമ്മുടെ മൈൻഡ് അതിലേക്ക് അങ്ങ് ആയിപ്പോവും. നമ്മുടെ മൈൻഡ് അങ്ങനെ അങ്ങ് ആയിപ്പോവും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ട് പാരഗ്രാഫ് വായിക്കുന്നതിനേക്കാൾ തലച്ചോറിന് ഇഷ്ടം, തലച്ചോറ് പെട്ടെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് ഇതുപോലത്തെ ടേബിൾ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ടുകൾ അല്ലെങ്കിൽ ബുള്ളറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഷോർട്ട് നോട്ട് എഴുതുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിറങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. എപ്പോഴും ഒരു മഷിപ്പേന വെച്ച് തന്നെ എഴുതാതെ ഹെഡിങ്ങിന് ചുവപ്പ് കളർ കൊടുത്തു, പ്രധാന പോയിന്റുകൾക്ക് കറുപ്പ് നിറം കൊടുത്തു, ശ്രദ്ധിക്കേണ്ട വർഷങ്ങൾക്ക് നീല നിറം കൊടുത്തു. അപ്പൊ കാഴ്ചയില് പെട്ടെന്ന് വ്യക്തത നൽകുന്ന, പെട്ടെന്ന് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് സ്പേസ് ഇടാൻ പ്രത്യേകിച്ച് ശ്രമിക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പഠിക്കേണ്ടി വരും. അപ്പൊ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പേജിന്റെ വലതുവശത്തായിട്ടോ താഴെയായിട്ടോ കുറച്ച് സ്ഥലം എപ്പോഴും ഒഴിച്ചിടുക. പിന്നീട് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റോ നിങ്ങൾ ബാക്കിയൊക്കെ വേറെ ഏതെങ്കിലും സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, പുതിയ പോയിന്റുകളൊക്കെ അവിടെ ചേർക്കാൻ പറ്റും. പിന്നെ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, വർദ്ധിച്ചു, ഇൻക്രീസ് ചെയ്തു, ഡിക്രീസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ വർദ്ധിച്ചു എന്നുള്ളത് ഈ ഒരു സിമ്പൽ കൊടുക്കാം, പിന്നെ കുറഞ്ഞു എന്നുള്ളതിന് ഈ ഒരു സിമ്പൽ കൊടുക്കാം. അപ്പോൾ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. ചിഹ്നങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പറ്റും. പിന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ സമയ ലാഭവുമാണ്. ഓക്കെ, ഇനി കോഡുകൾ ഉപയോഗിക്കാം. കോഡുകൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലക്നൌവിലെ ബീഗം ഹസ്രത് മഹൽ, ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ ആണല്ലോ. അപ്പൊ ലക്കി ബീഗം, അപ്പൊ ലക്നൌ ബീഗം ഹസ്രത് മഹൽ ആണെന്ന് പെട്ടെന്ന് കിട്ടും. അപ്പോ ഇങ്ങനെ കോഡുകൾ ഉപയോഗിക്കാം. ഓർത്തെടുക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾക്ക് സ്വന്തം നിലയിൽ കോഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് വിശേഷണങ്ങൾ. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോഡ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വി ഡി സവർക്കർ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി, ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം വി ഡി സവർക്കർ. പൂർണ്ണമായും ദേശഭക്തിയില്ലാത്ത പട്ടാള ലഹള ജോൺ സീലി. അങ്ങനെ ജസ്റ്റ് പെട്ടെന്ന് ക്യാച്ചി ആയിട്ടുള്ള വേർഡ്സ്, ഒരു സെന്റൻസിൽ പെട്ടെന്ന് ക്യാച്ചി ആയിട്ടുള്ള വേർഡ്സ് മാത്രം എടുത്ത് വേണം ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കാൻ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയാണ് ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനൽ ഇടാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരെ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്താൽ മതിയേ. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ് ഷോർട്ട് നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് ഒന്ന് പറയാമോ മിസ്സേന്ന്. വീഡിയോ വന്നിട്ടുണ്ട്. എല്ലാവർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമ്മുടെ LGS ബാച്ചിന്റെ കാര്യവും എല്ലാരെയും അറിയിക്കുക. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഗോഡ് ബ്ലസ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. വീണ്ടും കാണാം. അടുത്ത ഏത് ടോപ്പിക് വേണം, അടുത്ത ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കിനെ കുറിച്ചുള്ള ടിപ്പുകളാണ് അറിയാൻ ആഗ്രഹം എന്ന് അതുകൂടി ഒന്ന് താഴെ പറഞ്ഞു. നിങ്ങൾക്ക് ഏതിനെങ്കിലും പറ്റി വീഡിയോസ് ചെയ്യണോ, കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ അറിയണോ, അത് എന്താണ് എന്നുള്ളത് താഴെ ഒന്ന് പറഞ്ഞേക്കാം. അതിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ഉടനടി തന്നെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.